നമസ്കാരം. വി ദ പീപ്പിൾ. എന്നോടൊപ്പം ഇന്ന് കൈരളി ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരചന്ദ്രൻ, ഒപ്പം തന്നെ രാജേന്ദ്രൻ, ഷമി പ്രഭാകർ എന്നിവരുണ്ട്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയ ആ സംഭവവും CPIM എന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ ഗുണഭോക്താക്കളിൽ നിന്ന് ഏക പരാതിക്കാരനായി കോടതിയിലെത്തിയതിനെ തുടർന്നാണ് അതുണ്ടായത് എന്ന സംഭവവുമാണ്. അതെങ്ങനെയാണ് നമ്മളൊക്കെ നോക്കിക്കാണേണ്ടത്? അതിനെക്കുറിച്ച് നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരത്തെ, എന്താണ് ആമുഖമായിട്ട് പറയുക? NBC സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട്, അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം, അതിൻ്റെ ചരിത്ര വിധി, ആ വിധിയുടെ വിശദാംശങ്ങളൊക്കെ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു, ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ചരിത്ര വിധിക്ക് ആധാരമായ കാര്യങ്ങൾ പറയുമ്പോഴും NBC സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടിയിട്ട് നിയമപരമായി പോരാട്ടം നടത്തിയ രാജ്യത്തെ ഏകരാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാധ്യമങ്ങൾ ആ തരത്തിൽ അതിനെ വിലയിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിനെതിരെ പോരാടിയെന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ ഏർപ്പാടിനെതിരാണ്, ഞങ്ങൾ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ഈ ബോണ്ട് വഴി ഒറ്റ പൈസ പോലും സ്വീകരിക്കാതെ ഈ 6.5 കൊല്ലം നിൽക്കുകയും അതിനെതിരെ ഇത്രയും കാലം, ഈ ദീർഘകാലവും പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്ത രാഷ്ട്രീയ കക്ഷിയാണ് CPIM എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. NBC അത് പറയുമ്പോൾ ഇന്നലെ ഈ വാർത്ത വന്ന ഘട്ടത്തിൽ കേട്ടോ ഷമ്മി, രാജേന്ദ്രൻ, അതായത് ഒരു തത്സമയ റിപ്പോർട്ടിങ്ങിൽ CPIM ഇലക്ട്രൽ ബോണ്ടിലൂടെ 7 കോടി രൂപ കൈപ്പറ്റി വാങ്ങി എന്ന നിലയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതൊന്ന് റൗണ്ട് ചെയ്ത് 10 ആക്കാത്തത് എന്തേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. അല്ല, അപ്പോൾ വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിംഗ് ആണെന്ന് ധരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് 7 എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വേണ്ട, അങ്ങനെ ഈ കള്ളപ്പണം അല്ലെങ്കിൽ അഴിമതി പണം സ്ഥാപനവൽക്കരിക്കുന്ന, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഈ ഏർപ്പാട് വേണ്ട എന്ന് പറഞ്ഞ രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി. നേരത്തെ NBC പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിക്ക് തന്നെ ആശ്ചര്യമായിരുന്നു. കോടതി ചോദിച്ചു, നിങ്ങൾ ബെനിഫിഷ്യറിയാണ്, നിങ്ങൾ ബെനിഫിഷ്യറി ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അവർക്ക് ഉദാരമായി രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും പണം കൈപ്പറ്റാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സംവിധാനം വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഒരു ഹർജിക്കാരനാകുന്നു എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് അത്ഭുതത്തോടെ CPIM-ന് നേരെ ഉണ്ടായി എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതാണ്. ഷമി? തീർച്ചയായിട്ടും കേരളത്തിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു തീരുമാനത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാവുന്നത്. ഇവിടെ ഇന്നലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ മുഴുവൻ മാധ്യമങ്ങളും അത് വലിയ വാർത്തയായി എടുക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ മാധ്യമങ്ങൾ, 2 മാധ്യമങ്ങളാണ് ശരിക്കും ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അവരെടുത്തു വെച്ചിട്ട് ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ. അപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് സ്വയം ഒരു ചോദ്യം ഉണ്ടാവും. ഇത്രയും വലിയൊരു വിഷയം, 10,500 കോടി രൂപയോളം ഈ ഒരു ബോണ്ടായിട്ട് വരിക, ആ പൈസ വാങ്ങുക, അത് ആരാ കൊടുക്കുന്നു, ആര് വാങ്ങുന്നു എന്ന് അറിയുന്നില്ല. അതായത് ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ BJPക്ക് ഒരു 500 കോടി കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, കൊടുക്കാം. കാരണം കൊടുക്കുന്ന ആരാണെന്ന് അറിയുന്നില്ലല്ലോ. കൊടുക്കാം, അതിന്റെ ഗുണം എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അതീവ രഹസ്യ സ്വഭാവത്തോടെ കൈമാറ്റം നടത്താം. ഇതൊരു ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ടല്ല ഞാൻ കാണുന്നത്. എന്താ വെച്ചാൽ ഭരണരംഗത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് വർഗീയത ഒരു വിഷയമാവുന്നു, മറ്റൊന്ന് ഈ അഴിമതി. ഇത് അടിസ്ഥാനപരമായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതി അങ്ങോട്ട് സ്ഥാപിതവൽക്കരിക്കുക, നിയമപരമാക്കുക. പിന്നെ മൂന്നാമതൊരു വിഷയം ഫെഡറലിസം. ഞാൻ കാണുന്നത് ഇപ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബിൽക്കീസ് മാനു കേസ്, ബിൽക്കീസ് മാനുവിന് ഈ നീതി ലഭിക്കാനായി എങ്ങനെയാണ് പൂർണ്ണമായും നീതി ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടബലാത്സംഗം ചെയ്ത കൊടും കുറ്റവാളികളെ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും കൂടി രക്ഷപ്പെടുത്തി അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു, അവർക്ക് നീതി ലഭിച്ചു. അതെങ്ങനെയാണ് ലഭിച്ചത്? അത് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷ് നേലി സുപ്രീം കോടതിയെ സമീപിച്ചു, അവരായിരുന്നു ആദ്യ ഹർജിക്കാരി. രണ്ടാമത്തെ വിഷയം അഴിമതി. ഇതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിനെതിരെ CPIM എന്ന പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനകത്താണ് ഒരു അനുകൂലമായ വിധി ഉണ്ടായത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാജ്യം നേരിടുന്ന ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഫെഡറലിസം തകർക്കപ്പെടുന്നു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു, വീണ്ടും വരുന്നു. അതിനകത്ത്
എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗവർണർക്കെതിരായ ഗവർണർക്കെതിരായ ഹർജി. മറ്റൊന്നുകൂടിയുണ്ട് രാജേന്ദ്രൻ. ഇപ്പോൾ ദില്ലിയിൽ അനധികൃതമായി കെട്ടിടങ്ങൾ പൊളിക്കുന്ന ഘട്ടത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഇടപെട്ടു. അതുപോലെ യൂസഫ് തരിഗാമി അടക്കമുള്ള ആളുകൾ കശ്മീരിൽ വീട്ടുതടങ്കലിലായ ഘട്ടത്തിൽ അന്ന് നിയമപരമായി പോരാടി ശ്രീനഗറിലേക്ക് പോയ സീതാറാം യെച്ചൂരിയുടെ നിയമ പോരാട്ടം ഒരു പുതിയ ഘട്ടത്തെ കൂടിയാണ് തമിഴ്നാട്ടിലെ പാർലമെന്റുകളിൽ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കോടതികളിലേക്ക് മറ്റൊന്ന് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ അനുഭവമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്നത് ഒരു കാലത്ത് മാധ്യമങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ഇടപെടൽ. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു അടിയന്തരാവസ്ഥക്കാരൻ 18 പേരെ ചുട്ടുകൊന്ന ഒരു കേസ് തമിഴ്നാട്ടിലെ, അതെ, മറ്റേ ഈ വീരപ്പനുമായി ബന്ധപ്പെട്ട സത്യമംഗലം ഗ്രാമത്തിൽ ആദിവാസി ഒരു ഗ്രാമത്തിന്റെ നിയമ പോരാട്ടത്തെ ഏറ്റെടുത്തത് CPM കമ്മിറ്റി തന്നെയാണ്. അല്ല, അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിൽ വ്യത്യാസം. അന്നൊക്കെ ഈ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ പിന്തുണ ഉണ്ടായിരുന്നു. ആ വിഷയത്തിലെല്ലാം തന്നെ മാധ്യമങ്ങൾ കുറേ കൂടി ഇടപെടുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇത്രയും വലിയ തട്ടിപ്പാണെന്ന് ഈ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. എത്ര മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള എത്ര മാധ്യമങ്ങൾ അതിനെപ്പറ്റി ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തി? അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ നമുക്കറിയാം CPIM ഇടതുപക്ഷ കക്ഷികളൊക്കെ ബക്കറ്റ് പിരിവ് നടത്താറുണ്ട്. ബക്കറ്റ് പിരിവ് അത് എത്രമാത്രം അപഹസിക്കപ്പെട്ടു. ഓരോ വീട്ടിലും ചെന്ന് ഓരോ കടകളിലും കയറി ഇറങ്ങി ഓരോ വഴിപോക്കനെയും കണ്ട് അയാളുടെ കയ്യിൽ ചില്ലറ പൈസ സമാഹരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിനെക്കുറിച്ച് കാർട്ടൂണുകളൊക്കെ പറഞ്ഞിരുന്നത് ചെപ്പ് കിലുക്കണ ചങ്ങാതി ചെപ്പ് തുറന്നൊന്നും കാട്ടൂല, അതിൽ എത്ര രൂപ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ അതേ വികാരത്തോടെ അതേ മൂല്യപരമായ നിലപാടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഏർപ്പാടിനെ എത്രമാത്രം ഭീകരമായി ആക്രമിക്കുമായിരുന്നു. 6 കൊല്ലമായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷികളും ഏതാനും വ്യക്തികളും അവരുടെ കൊച്ചു സംഘടനകളും സുപ്രീം കോടതിയിൽ യുദ്ധം ചെയ്തിട്ടാണ് 6.5 കൊല്ലത്തിന് ശേഷം ഇത്രയും വൈകിട്ട് അതിനിടെ എത്രയോ കോടികൾ, എത്ര സഹസ്ര കോടികൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഖജനാവിലേക്ക് രഹസ്യമായി ഒഴുകിയെത്തി എന്ന് നമ്മൾ നോക്കണം. അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ മഹാപാപം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത് വന്നിട്ട് പോലും മാധ്യമങ്ങൾ അത് പകർത്താൻ തയ്യാറായില്ല, അത് രേഖപ്പെടുത്താൻ തയ്യാറായില്ല, അത് വെച്ച് അഭിപ്രായം പറയാൻ തയ്യാറായില്ല എന്നത് മാധ്യമങ്ങളെ പോലും വിലയിരുത്താൻ ഉള്ള ഒരു നടപടിയായിട്ട് സ്വീകരിക്കണം. ആരൊക്കെ ഈ വാർത്ത പ്രമുഖ വാർത്തയാക്കി, ആരൊക്കെ അതോടൊപ്പം സൈഡ് ലൈറ്റുകൾ കൊടുത്തു, ആരൊക്കെ മുഖപ്രസംഗം കൊടുത്തു, ആരൊക്കെ മുഖപ്രസംഗത്താളിൽ ലേഖനം എഴുതി എന്ന് ജനം ചർച്ച ചെയ്യണം. റൈറ്റ്. ഇതിൽ NPC പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ മലയാള മനോരമ പത്രം എടുത്താൽ തന്നെ ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരൻ ഈ വാർത്തയിലേക്ക് പോകുന്നത് ആദ്യ പേജിലെ അവരുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയിൽ ഈ വാർത്തയിലേക്കായിരിക്കും. ആ വാർത്ത ബൈലൈൻ വെച്ച് വന്ന വാർത്തയിൽ ഏകസ്വരത്തിൽ ചരിത്രവിധിയാണ്, ബെഞ്ച് ഏകസ്വരത്തിൽ പറഞ്ഞു, റദ്ദാക്കാൻ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു, ഈ വിധിയിലെ നിർദ്ദേശങ്ങൾ ഇവയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റ വിധി 2 വിധിന്യായം എന്ന നിലയിൽ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ ആളുകൾക്ക് അതിവേഗം മനസ്സിലാകാൻ പാകത്തിലാണ് തയ്യാറാക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം നേരത്തെ NPC പറഞ്ഞതുപോലെ ഈ ചരിത്രപരമായി പോരാട്ടം ഏറ്റെടുത്ത ഹർജിക്കാർ, അതിൽ രാജ്യത്തെ തന്നെ ഏക രാഷ്ട്രീയ പാർട്ടി, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് രാഷ്ട്രീയമായി ഇറങ്ങുമ്പോൾ അത് ഒരു ഏറ്റവും അവസാനത്തെ ഹർജിക്കാരുടെ കോളത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി ഇന്ന അഭിഭാഷകൻ ഹാജരായി എന്നൊക്കെ സാധാരണ നമ്മൾ കേസിൽ പറയുന്നത് പോലെ CPM എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും, പക്ഷേ അതേസമയം മറ്റൊരു കക്ഷിയായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നില്ല, മറ്റേതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്തു നിന്നായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം എന്നുള്ളത് കൂടിയുണ്ട്. അത് എത്ര വലിയ വർണ്ണനയിൽ പൊലിപ്പിച്ച് യഥാർത്ഥത്തിൽ അത് കൊണ്ടുപോകാമായിരുന്നു ജനങ്ങളിലേക്ക്. യഥാർത്ഥത്തിൽ ഈ ഉത്തരവാദിത്വത്തോടെ ഇത്തരം പോരാട്ടങ്ങളെ, നിയമപരമായ പോരാട്ടങ്ങളെ, രാഷ്ട്രീയ ഇച്ഛാശക്തിയെ തുറന്നു കാട്ടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് അനിവാര്യമാണ്, CPM ആയതുകൊണ്ട് തന്നെ. അത് പക്ഷേ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ചേരത്തെ എനിക്ക് തോന്നുന്നത് ഈ ബോണ്ട് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ CPM ഒരു 500 രൂപയെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അത് വലിയൊരു ചർച്ചയാക്കി മാറ്റുമായിരുന്നു. കാരണം അല്ല, അത് മാധ്യമങ്ങൾ മൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല. മാർച്ച് 6-നുള്ളിൽ ഈ കണക്ക് SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. മാർച്ച് 13-നകം അവരത് പ്രസിദ്ധീകരിക്കണം. തീയതിയിട്ട് അക്കമിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുന്നതോടുകൂടി ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുന്നത്, ഇന്ത്യയിൽ കണക്ക് വന്നൊന്നുമില്ല, ഇവർ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തണം. ഓരോരുത്തർക്കും ആരാണ് പണം കൊടുത്തത് എന്ന് അന്ന് ഇന്ത്യ അറിയും, ലോകം അറിയും. ഒരു ബോണ്ട് ഗേറ്റ് തുറക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഒരു ബോണ്ട് ഗേറ്റ് തുറക്കാൻ പോവുകയാണ്.
ഇന്ത്യൻ ജനാധിപത്യത്തിന് ശേഷിയുണ്ടെങ്കിൽ ആ ബോണ്ട് ഗേറ്റിൻ്റെ പരിണതി അത് ലോകം കാണും. അത് തടയാൻ മാധ്യമങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ്. ജനങ്ങളിൽ ഈ വിവരം എത്തിയാൽ അവരിതൊരു വികാരമായി ഏറ്റെടുത്താൽ അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമീപകാലത്ത് രാജേന്ദ്രൻ അറിയാം, ഇപ്പം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ സംഘടിതമായി ഇത്തരം കാര്യങ്ങളിൽ താല്പര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വാർത്തയെ സമീപിച്ചാലും പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ശക്തമായ അടിത്തറ കൂടി നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് വളരെ ശക്തമായി തന്നെ ഇക്കാര്യങ്ങൾ വരുന്നതിനും അതിനനുസരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായ നിർബന്ധിതമാകുന്ന കുറേയേറെ സാഹചര്യം രൂപപ്പെടും. ഇപ്പം തന്നെ കണക്കുകൾ വരുന്നുണ്ടല്ലോ. BJPക്ക് 2017-18 210 കോടി കിട്ടി, അടുത്ത കൊല്ലം 1450. ആ കണക്കുകൾ ഇങ്ങനെ വന്ന് അല്ല, അതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് രാജേന്ദ്രനിലേക്ക് വരും. അതായത് ഇപ്പോൾ ഈ 232 പേജുള്ള വിധിയാണ് വന്നത്. ആ 232 പേജുള്ള വിധിയിൽ ഏക വിധിയാണ് വന്നത്. പക്ഷേ 2 വിധിന്യായം വരാൻ കാര്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, യഥാർത്ഥത്തിൽ സഞ്ജീവ് ഖന്ന 74 പേജുള്ള വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ 74 പേജുള്ള വിധിന്യായത്തിൽ 51-52 പേജുകളിൽ ഇപ്പോൾ NPC സൂചിപ്പിച്ചതുപോലെ ജെറ്റ്ലി ധന ബില്ലായി കൊണ്ടുവന്ന് നിയമമാക്കി ബില്ലിന് ശേഷം 2017 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വന്നിട്ടുള്ള പണത്തിൻ്റെ കണക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് 2017-18 221 കോടി ആകെ വന്നതിൽ 210 കോടിയും BJPക്ക്, 18-19 2539 കോടി വന്നതിൽ 1450 കോടിയും BJPക്ക്, 19-20 3441 കോടിയിൽ 2555 കോടിയും BJPക്ക്, 21-22 2664 കോടി ഇലക്ട്രൽ ബോണ്ടായി ആകെ വന്നതിൽ 1033 കോടിയും BJPക്ക്. അപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൃത്യമായി സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തത്, വിവരാവകാശത്തിൻ്റെ പരിധിയിൽ എന്തുകൊണ്ട് വരരുത്. സമാനമായി മറ്റു പാർട്ടികൾ കിട്ടിയിട്ടുണ്ട് അവരുടെ ശേഷിക്കനുസരിച്ച്. അതാണ് രസകരമായ കാര്യം. ഇപ്പോൾ ബംഗാളിലെ ശേഷിക്കനുസരിച്ച് തൃണമൂലിന് കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ നിലവിലെ ദേശീയത്തിലെ ശേഷിക്കനുസരിച്ച് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടികളെല്ലാവരും ഈ തരത്തിലേക്ക് കള്ളപ്പണത്തെ സാധുതയോടെ ഏറ്റുവാങ്ങുന്ന ഇലക്ട്രൽ ബോണ്ടിന് പിന്നാലെ പോയതിൻ്റെ കണക്കുകൾ സഹിതമുള്ള വിവരങ്ങളാണ് ഈ ജഡ്ജ്മെൻറ്റിലൂടെ വന്നിട്ടുള്ളത്. രാജേന്ദ്രൻ, ഇതിനകത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു മാർച്ച് 13-ന്. മാർച്ച് 13-ന് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരെല്ലാമാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത്, അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടി, പോളിസി മേക്കിംഗ്, അതൊന്നും അങ്ങോട്ട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്ന വൻ കുംഭകോണങ്ങളുടെ ഈ പട്ടിക പുറത്തു വരും. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറയുന്നു മനോരമ മുഖപ്രസംഗം എഴുതി, ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം, പക്ഷേ ഈ മുഖപ്രസംഗം എഴുതേണ്ടത് അതിനകത്തൊരു കോടതി വിധി വന്നതിന് ശേഷമല്ല. ഇത് രാജ്യത്തൊരു വലിയ അഴിമതിക്കുള്ള മാർഗമായി മാറുമ്പോൾ അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഇവരാരെങ്കിലും മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? ഇല്ല. 1. 2, അതേസമയം ദേശീയ തലത്തിൽ തുടർച്ചയായി ഈ വിഷയം മുൻനിർത്തി ഒരുപാട് റിപ്പോർട്ടുകൾ, ഒരുപാട് മുഖപ്രസംഗങ്ങൾ എഴുതിയ ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് ന്യൂസ് ക്ലിക്ക് എന്നാണ്. അതിൻ്റെ പത്രാധിപർ ധീരനായ മുഖാസ് ഇപ്പോഴും ജയിലിലാണ്. നമ്മൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർക്കണം, ഓർത്തേ തീരും. അതായത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ നിരന്തരം പോരാടിയിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, നിരപരാധിയായ മാധ്യമപ്രവർത്തകനെ ജയിലിൽ അടച്ച് ഇപ്പോഴും പീഡിപ്പിക്കുകയാണ്. അത് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ മാധ്യമലോകം ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ഓർക്കേണ്ട ഒരു നാമമാണ് അദ്ദേഹത്തിൻ്റെ. ഇതിൻ്റെ കൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് 2019 തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ കീഴിലാണ് നടന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിപ്പണം രാഷ്ട്രീയ കക്ഷികൾ ഒഴുക്കിയ തെരഞ്ഞെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആ 19 തെരഞ്ഞെടുപ്പ് ലോകത്തിൽ പണമൊഴുക്കിൻ്റെ കാര്യത്തിൽ അതുവരെ നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് എന്ന് ബ്ലൂംബെർഗിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ ജനാധിപത്യം എങ്ങനെ ധനാധിപത്യമായി മാറുന്നു, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു പണം കൊണ്ടുള്ള ഒരു കളിയായി മാറുന്നു, അത് കഴിഞ്ഞിട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ, അത് നടന്ന അട്ടിമറികളെ ഒക്കെ ഈ പണം കൊണ്ട് നിയന്ത്രിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും പണത്തിൻ്റെ അല്ലെങ്കിൽ പണാധിപത്യത്തിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കാണ്. ശരിക്കും BJP നമുക്ക് മുന്നിൽ തുറന്നിട്ട ഇതുവരെ ഒരുപക്ഷെ കോൺഗ്രസ് 60 വർഷം ഭരിച്ചെങ്കിൽ പോലും അവർ വലിയൊരു ഈ പറയുന്നത് പോലെ ഒരു കൂർമാറ്റത്തിൻ്റെ ഒരു കല അവർ അത്ര വശമാക്കിയിരുന്നില്ല. പക്ഷേ BJP ഓരോ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു മൂടോടെ പുഴുതുകൊണ്ട് പോരുകയാണ്.
ഓരോ സംസ്ഥാനങ്ങളിലും അവർക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഭൂരിപക്ഷം പണം കൊടുത്തുണ്ടാക്കി അതിനു വേണ്ടുന്ന പണം ഈ രീതിയിൽ കണ്ടെത്തുന്നു. അത് മറ്റെന്തെല്ലാം മാർഗങ്ങളിലൂടെ അവർ പണം കണ്ടെത്തുന്നു. ഏറ്റവും അവസാനം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കാണിച്ച നഗ്നമായ ജനാധിപത്യ ലംഘനം ഒരുപക്ഷെ വരുന്ന ആളുകളിൽ ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ്. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിനെയും മാപ്പിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആദ്യത്തെ ദിവസം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ് ഇവർ ജയിക്കുമെന്ന് അറിയുമ്പോൾ. രണ്ടാമത്തെ ദിവസം ഈ ആള് ഭരണാധികാരി വന്നിട്ട് സ്വന്തമായി ഒപ്പിട്ട് അസാധുവാക്കാൻ 8 വോട്ട് ഇവിടെ നടക്കും. ഭാഗ്യത്തിന് 2 CCTV ഉണ്ടായിരുന്നുകൊണ്ട് അത് പക്ഷെ എന്നാൽ പോലും അവരുടെ ലക്ഷ്യം, അവരുടെ മാർഗം അത് അവർ വ്യക്തമാക്കും. അത് ഈ കാലത്തിന്റെ ഇടയിലേ നമ്മളത് ആലോചിക്കണം. ഏതൊരു രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത്? സത്യത്തിൽ ഏതൊരു രാജ്യത്ത് ഇപ്പൊ പറഞ്ഞ പോലെ എന്തിനാണ് ഇത് വിനിയോഗിച്ചതെന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ കേട്ട രസകരമായൊരു തമാശയുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അതിൽ വലിയ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ പരാതി തോന്നേണ്ട കാര്യമില്ല. കാരണം BJP സമാഹരിച്ച ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടാനുകോടിയുടെ തുക കൂടുതലും പോയിട്ടുള്ളത് കോൺഗ്രസ്സുകാരിലേക്ക് തന്നെയാണ്. അവരെയൊക്കെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെയൊക്കെ അടുത്തേക്കാണ് ഈ പണം പോയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തമാശയുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഈ 2 സർക്കാരുകളുടെ 14 മുതൽ 24 വരെയുള്ള 2 മോദി സർക്കാരുകൾ, ഈ നിയമം വരുന്നത് 17 അവതരിപ്പിച്ച് 18 നിയമമാകുന്നു. അതിനുശേഷം കോർപ്പറേറ്റ് ടാക്സിൽ കൊടുത്തിട്ടുള്ള വലിയ ഇളവുകൾ, അതിനനുസരിച്ച് കോർപ്പറേറ്റിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴിയും ഇലക്ട്രൽ ബോണ്ട് അല്ലാതെയും ഒരുപാട് പല സോഴ്സിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം. അപ്പോൾ BJPയുടെ ഒക്കെ പകുതി വരുമാനമേ ഇതിലുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ അതിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ തരത്തിൽ, എവിടെ നിന്നൊക്കെ ഈ പണം BJPയിലേക്ക് ഈ പറഞ്ഞ കോടാനുകോടിയുടെ പണം എത്തി എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യ രൂപം. ഇതിലേറ്റവും രസകരമായിരിക്കും മാധ്യമങ്ങളുടെ കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ NPC പരിശോധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ കൂടിയല്ലേ. കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു? ഒരു മൂല്യാധിഷ്ഠിതമായ വേറിട്ട നിലപാടെടുക്കാൻ അവർക്ക് ബാധ്യത ചെയ്തിരുന്നില്ല. അവരായിരുന്നു ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിലയ്ക്കും ഇടപെടൽ ശേഷിയില്ല എന്ന് നിരീക്ഷകരൊക്കെ വിധിച്ചു കഴിഞ്ഞ CPIM എടുത്തിട്ടാണ് ഇത്. അത് മാത്രമല്ല, ഇത് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ NDA സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെന്താ ചെയ്തതെന്ന് ഒരു ധനബില്ലായി അവതരിപ്പിച്ചു. ധനബില്ലായി കഴിഞ്ഞാൽ, മണി ബില്ലായി കഴിഞ്ഞാൽ ലോക്സഭയുടെ മാത്രം അനുമതി. അന്ന് ഇതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിരുന്നു. അന്ന് കോൺഗ്രസ് അതിന് എതിർത്തില്ല, ചർച്ച പോലും ഇല്ലാതെ കോൺഗ്രസിനകത്ത് എതിർപ്പുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അവസാനം ഇതിനെ സ്വാഗതം ചെയ്തു, ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. അതിൽ ഇരട്ടത്താപ്പും വല്ലാത്തൊരു പരിഹാസമുണ്ട്. അതായത് 1200 കോടിക്ക് അടുത്താണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിലൂടെ, അതായത് കോൺഗ്രസ് BJP വാങ്ങുന്ന പോലെ തന്നെയാണ്, ആരാണ് തന്നതെന്ന് ആരോടും പറയണ്ട, വോട്ട് ചെയ്ത പൗരന്മാരോട്, വോട്ടർമാരോട് പറയണ്ട തങ്ങൾക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടി, വിവരാവകാശം വെച്ച് ഒരാൾക്കും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. ഈ പണം ഏത് വ്യക്തിയിൽ നിന്ന്, ഏത് സ്ഥാപനത്തിൽ നിന്ന്, ഏത് രാജ്യത്ത് നിന്ന്, എവിടെ നിന്ന് എത്തിയെന്ന് പറയാൻ ഇത് BJPക്ക് കിട്ടിയ വലിയ, അവരുടെ നിലവിലെ സ്വാധീനത്തിനനുസരിച്ച് കിട്ടുന്ന 6 ഇരട്ടിയോളം കിട്ടുന്നു. കോൺഗ്രസിന് നിലവിലെ സ്വാധീനത്തിനനുസരിച്ച് 1200 കോടി കിട്ടും. ഇത് വേണ്ട എന്ന് വെക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. മോദി സർക്കാരിൻ്റെ ആ തീരുമാനത്തിനൊപ്പം നിന്ന് പണം കൈപ്പറ്റുകയും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ചരിത്ര വിധി വരുമ്പോൾ മോദിയുടെ അഴിമതി തെളിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല, ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത, കോൺഗ്രസ് ഇത്ര കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടിയെന്ന് പറയുന്ന സമയത്ത് ആ കോൺഗ്രസിന് ഇന്നും സ്വന്തമായൊരു ദേശീയ ആസ്ഥാനമില്ല. ഇപ്പോഴും ഇത് AICC ഒരു വാടക കെട്ടിടത്തിലാണ് പണി കഴിപ്പിക്കുന്നത്. രസകരമായ സാധനം ഇന്ന് വന്നതാ. IT 2018 ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 200 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞ് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അതായത് റിലീസ് ചെയ്ത് കൊടുത്തു എങ്കിൽ പോലും അത് വേണ്ടി വന്നു. BJPയുടെ ഒരു പണാധിപത്യത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് വരുമ്പോൾ അതിനൊപ്പം ഓരം ചേർന്ന് നിന്ന് കിട്ടുന്നത്ര ഞങ്ങളും കൈപ്പറ്റാം എന്ന് പറയുന്നതല്ല രാഷ്ട്രീയം, എന്ന് പറയുന്നതല്ല ഒരു പാർട്ടിയുടെ നിലപാട്. വർഗീയതയ്ക്കാണ് ഒരു പ്രചാരം കിട്ടുന്നതെങ്കിൽ വർഗീയത പറഞ്ഞ് കുറച്ച് വോട്ട് മേടിക്കുക എന്നുള്ള രീതി അതിന്റെ തന്നെ വേറൊരു രൂപമാണ്. തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ ഈ ഒരൊറ്റ മാധ്യമമെങ്കിലും ഈ സർക്കാരിനെതിരായിട്ട് വർത്തമാനം പറയാനുണ്ടോ എന്ന വലിയ ചോദ്യം. അത് ഈ പറഞ്ഞ വെറുതെ നിശബ്ദരായതാണ് എന്ന് കരുതാൻ മാത്രം നമ്മൾ അത്ര മണ്ടന്മാരല്ലല്ലോ.
അപ്പോൾ വളരെ കൃത്യമായി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ആയാലും വേറൊരു ബോണ്ട് അല്ല, ഈ പണം എവിടെ, ഷമി പറഞ്ഞ പോലെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നൊരു വിഷയമാണ്. ആ പണം മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ ഈ വിധി വന്നിരുന്നെങ്കിൽ കുറേ സർക്കാരുകളെ കൂടി രക്ഷിക്കാമായിരുന്നു എന്ന് പറയും. കാരണം ഇത്രയും ഈ പണം യഥാർത്ഥത്തിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് നിൽക്കാമായിരുന്നു. അപ്പോൾ സർക്കാരുകളെ അട്ടിമറിക്കാൻ, അതുപോലെ തന്നെ മീഡിയ മാനേജ്മെൻറ്റിന് പലതരത്തിലേക്കുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു BJP രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയൊക്കെ അത് രാജ്യമാകെ പടർത്തുക, എത്തിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട്. ശരത്ത്, ഞാൻ കേട്ടത് ഈ വിധി നേരത്തെ, അതായത് ഒരു 15 ദിവസം മുമ്പേ വന്നിരുന്നുവെങ്കിൽ ഈ പൈസ ഇവർക്ക് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പിൻവലിക്കാൻ കഴിയുമായിരുന്നില്ല. 15-ാം തീയതി കഴിഞ്ഞു വന്നപ്പോഴിത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ പണത്തിന്റെ ഒഴുക്കിനെ ഒന്നും ഇത് ബാധിക്കാനേ പോകുന്നില്ല. കാരണം ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വേണ്ട കൊടകര, മഞ്ചേശ്വരം, അതുപോലെ ബത്തേരി, ഇതൊന്നും ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്നതല്ല, അതൊക്കെ കള്ളപ്പണമായി വന്നതാണ്. രസം എന്താ, കള്ളപ്പണം തടയാനെന്ന പേരിലാണ് ഇലക്ട്രൽ ബോണ്ട് വന്നത്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിലൂടെയും കാശുണ്ടാക്കി കള്ളപ്പണമായി വേറെ പണം ഇഷ്ടം പോലെ BJP ഉണ്ടായി. ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ CPM ഒരു നിലപാട് സ്വീകരിച്ച് കേസിലേക്ക് പോയ ഘട്ടത്തിലെങ്കിലും ഒരു രാഷ്ട്രീയ തിരിച്ചറിവോടെ ആ കേസിൽ കക്ഷി ചേരണമായിരുന്നു. കക്ഷി ചേർന്നുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമായിരുന്നു. അതുപോലെ മറ്റു പാർട്ടികൾ തയ്യാറാകേണ്ടതുമായിരുന്നു. പലരും അതുണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് നാളെ കോൺഗ്രസിൽ നിന്ന് പോകും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലെയുള്ള ആ അവസ്ഥ വരുന്നത് ഇതുകൊണ്ടാണ്. രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ലായ്മ, ഇടപെടൽ ശേഷിയില്ലായ്മ, അതുകൊണ്ടൊക്കെയാണ് അവർ അങ്ങനെ ബന്ധപ്പെടുന്നത്. അതിലൊരു രസകരമായ കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടോ കോൺഗ്രസിനോടോ MLA-മാരോടോ ചോദിച്ചാൽ CPM-ന്റെ പുറകെ പോകാൻ ഞങ്ങളില്ല എന്ന് പറയും. ഒരുപക്ഷെ ഇക്കാര്യത്തിലും ഇങ്ങനൊരു മറുപടി ചിലപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക്. അതായത് CPM ആണ് കേസ് കൊടുത്തത്, CPM-ന്റെ പുറകെ കേസ് നടത്താൻ ഞങ്ങളില്ല എന്ന് പറയുന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരും. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെങ്കിൽ ഈ നിയമപരമായ പോരാട്ടത്തിന് കോൺഗ്രസിന് ഇറങ്ങാൻ കഴിയണമായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയണമായിരുന്നു. അത് രണ്ടും ചെയ്തിട്ടില്ല. മാധ്യമങ്ങളുടെ കുറ്റകരമായ മൗനം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒപ്പം ചേർന്ന് നിൽക്കുന്നു. CPM-നെ കുറിച്ച് തെറ്റായ റിപ്പോർട്ടിംഗ് ഇന്നലെ ഈ വിധി വന്ന ഘട്ടത്തിൽ കേരളത്തിൽ പോലും, അത് വളരെ പ്രധാനമല്ലേ, കേരളത്തിൽ CPM-നെ കുറിച്ചൊരു വാർത്തയൊക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു ശ്രദ്ധയില്ലേ, ആ ശ്രദ്ധയിൽ പോലും CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് മാധ്യമങ്ങളും മാറുന്നു. ഇതെല്ലാം പക്ഷെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കപ്പെട്ട ഈ വാർത്തയും നമുക്കൊട്ടേറെ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. ഏത് രാഷ്ട്രീയ കക്ഷികളാണ് ശരിയായ നിലപാടെടുക്കുന്നത്, ഏത് മാധ്യമങ്ങളാണ് ശരിയായ നിലപാട് എടുക്കുന്നത് എന്നതിൽ തുടങ്ങി ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഇതിലൊരു വിധി വന്നിരിക്കുന്നു. ഈ പരിപാടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരാണ് ഈ പണം കൊടുത്തത്, ആർക്കാണ് ഈ പണം കിട്ടിയതെന്ന് ഇന്ത്യ തിരിച്ചറിയുമ്പോൾ തുറക്കപ്പെടുന്നത് ബോണ്ട് ഗേറ്റ് എന്ന് പറയുന്ന വലിയ ഒരു കുംഭകോണത്തിൻ്റെ കാഴ്ചയായിരിക്കും. അതോടുകൂടി ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കും. ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് മാർച്ച് 13-ന് മുൻപുള്ള ആ ദിവസങ്ങൾ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വാർത്തയുടെ വിശകലനം അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. നമസ്കാരം.